ഹലോ ഗായ്സ്, വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് കടായി. ടേസ്റ്റിൻ്റെയും ഫ്ലേവേഴ്സിൻ്റെയും ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഓരോ റെസിപ്പിയും ഡെലിഷ്യസ് ജേർണിയാണ്. ഇന്ന് നമുക്ക് ഒരു ഇൻഡോ ചൈനീസ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ആയാലോ കുഞ്ഞി? ചില്ലി ചിക്കൻ എൻ്റെ ഫേവറേറ്റ് ആണ്. എന്റെ കുഞ്ഞി, ചില്ലി ചിക്കൻ ആണോ ഫേവറേറ്റ്? ലാസ്റ്റ് വീക്ക് നീ ഇതല്ലല്ലോ പറഞ്ഞേ. അമ്മേ, അതൊരു സീക്രറ്റ്. ആരോട് പറയല്ലേ? ഇല്ല, ഇപ്പൊ ഇത് ആരും അറിഞ്ഞിട്ടില്ല. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ഓ, ഇപ്പൊ ചിക്കൻ്റെ സ്പാ ടൈമാണ്. അതെ, നമുക്ക് മസാലയൊക്കെ പുരട്ടി ചിക്കന് നല്ലൊരു മസാജ് അങ്ങ് കൊടുത്താലോ? അമ്മേ, ഞാൻ റെഡി. ഇതിനായി ഞങ്ങൾ ഇവിടെ 1/2 കിലോഗ്രാം ചിക്കന്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തേക്കുന്നത്. ഇപ്പോ എല്ലോട് കൂടിയ പീസായാലും പ്രശ്നമില്ലെന്നേ. നമുക്ക് ചിക്കൻ നന്നായി കഴുകി ചെറിയ പീസുകളായി കട്ട് ചെയ്യാം. ഗൈസ്, ചിക്കൻ സ്മോൾ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആകും. അതുപോലെ മസാല ചിക്കനിൽ നന്നായിട്ട് പിടിക്കും. ഇനി നമുക്ക് ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ മൈദയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർക്കാം. അമ്മേ, എനിക്കറിയാം, ഇത് ചിക്കൻ ക്രഞ്ചി ആകാനല്ലേ? അത് തന്നെ, കാര്യം പിടികിട്ടിയല്ലേ? ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ നമ്മുടെ ചിക്കന് നല്ലൊരു റെഡ് കളർ കിട്ടാൻ സഹായിക്കും. മിക്സിംഗ് പാർട്ട്, മിക്സ് മിക്സ് മിക്സ്. നെക്സ്റ്റ് 1 ടീസ്പൂൺ വിനെഗർ. അതിനോടൊപ്പം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർക്കാം. പിന്നെ ആവശ്യത്തിനും ഉപ്പ് ചേർക്കാം. അലേർട്ട് അലേർട്ട്. നമ്മുടെ സോയാ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ആദ്യം കുറച്ച് ചേർത്ത് ടേസ്റ്റ് നോക്കിയതിനു ശേഷം പിന്നെയും വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഒരു മുട്ട ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. വെള്ളം കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഫൈനലി നമ്മുടെ ചിക്കൻ എടുത്ത് നന്നായിട്ട് മസാജ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് നമുക്ക് 1/2 മണിക്കൂർ മാറ്റി വെക്കാം. കുഞ്ഞി, ചിക്കൻ അവിടെ റെസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു സവാള ക്യൂബ്സ് ആയി കട്ട് ചെയ്യാം. ചെറുതാക്കല്ലേ ഗൈസ്. ഇതിനോടൊപ്പം നമുക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും 10 വെളുത്തുള്ളിയും അരിഞ്ഞു വെക്കാം. 5 പച്ചമുളക് കൂടെ വേണം. പച്ചമുളകിന്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി അരിഞ്ഞു മാറ്റി വെക്കാം. ഞാനിവിടെ മഞ്ഞ നിറത്തിലുള്ള ക്യാപ്സിക്കമാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ നിറത്തിലുള്ള ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതൊക്കെ ചെറിയ അളവിൽ ചേർക്കാം, ഭംഗി കൂടുമെന്ന്. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് നന്നായി കലക്കാം. അമ്മേ, കലങ്ങിയില്ല. ഞാൻ നന്നായി കലക്കി തരുന്നുണ്ട്. വേണ്ട വേണ്ട, നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അതിനായി നമുക്ക് പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യില്ലേ ഗൈസ്? ചിക്കൻ ചേർക്കുന്നതിന് മുൻപ് എണ്ണ നന്നായി ചൂടായെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ ചിക്കൻ എല്ലാം ഒരുമിച്ചിട്ട് വറുക്കാതെ കുറേശ്ശെയായി വറുത്തെടുക്കാം. സീക്രട്ട് സീക്രട്ട്. ഈ ചിക്കൻ നമുക്ക് ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലുമാക്കി ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ വറുത്തു മാറ്റാം. 5 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഇത് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഗൈസ്, ഇത് നമ്മുടെ ചിക്കൻ കൂടുതൽ ക്രിസ്പിയാകാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് സോസ് തയ്യാറാക്കാം. അലേർട്ട് അലേർട്ട്. അതെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ചില്ലി ചിക്കൻ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫാസ്റ്റ് ആയിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന സാധനങ്ങളും സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് എന്നിവയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പഞ്ചസാരയും നമുക്ക് എളുപ്പത്തിനെടുക്കാവുന്ന രീതിയിൽ മാറ്റിവെക്കണം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ പാൻ ചൂടാകുമ്പോൾ ചിക്കൻ വറുക്കാൻ ഉപയോഗിച്ച എണ്ണ ആവശ്യത്തിന് ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി വഴറ്റാം. ഒരു 10 സെക്കൻഡ് മതി ഗൈസ്. 10 സെക്കൻഡിന് ശേഷം നമുക്കിതിലേക്ക് സവാളയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നന്നായി ഇളക്കി കൊടുക്കാം. അതും ഹൈ ഫ്ലെയിമിലാണെന്ന് മറക്കല്ലേ. നമ്മുടെ ക്യാപ്സിക്കം സോഫ്റ്റ് ആകണം, പക്ഷേ മുഷിയാകാൻ പാടില്ല. അതെ, വെന്തുടയാൻ പാടില്ല. ക്രഞ്ചി ആകണം. അമ്മേ, സോസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ലേ? ചെയ്യുന്നല്ലോ. നമുക്ക് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. അമ്മേ, സോയാ സോസ് നല്ല ഫ്ലേവർ ആൻഡ് കളർ കൊടുക്കും. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഞാനിവിടെ റെഡ് ചില്ലി സോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ സോസ് നല്ല റെഡ് കളറും ആവശ്യത്തിന് എരിവും നൽകും. ഗൈസ്, ഇനി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഗൈസ്, ഒരു 30 സെക്കൻഡ്സ് മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം.
ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോസിൽ ഉപ്പുള്ള കാര്യം മറക്കല്ലേ. അമ്മേ, നല്ല മണമുണ്ടല്ലോ. ലൈക്ക് ഐ ആം ഇൻ ഫ്രണ്ട് ഓഫ് എ റെസ്റ്റോറന്റ്. മണം മാത്രമല്ല കുഞ്ഞി, ഇതിന് നല്ല ടേസ്റ്റുമാണ്. അമ്മേ, എനിക്ക് കൊതിയാകുന്നു. നമുക്ക് പെട്ടെന്ന് ചിക്കൻ ചേർത്താമല്ലോ. ഓക്കെ കുഞ്ഞി, ഇച്ചിരി ക്ഷമ വേണം കേട്ടോ. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ്. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടിയോ? അപ്പൊ സ്പൈസി ആകില്ലേ അമ്മേ? എനിക്ക് സ്പൈസി ഇഷ്ടമില്ല. ഇല്ല കുഞ്ഞി, നമ്മൾ ഇതിലാകെ ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് സ്പൈസിയാണ് വേണ്ടതെങ്കിൽ കുരുമുളക് പൊടിയോ ചില്ലി സോസോ കുറച്ച് കൂടുതൽ ഇനി ഈ ഗ്രേവിക്ക് കൊഴുപ്പ് കൂട്ടാനായി നമുക്ക് 1/2 കപ്പ് വെള്ളത്തിൽ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്തത് ഇതിലേക്ക് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. ഫൈനലി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയോ? അപ്പൊ സ്വീറ്റ് ആകൂലേ? ഇല്ല, ഈ പഞ്ചസാര നമ്മുടെ ഗ്രേവിയിലെ എരിവും പുളിവും ഒക്കെ ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മളുടെ യമ്മി chili chicken ready. And if you're craving for more of these delicious recipes, make sure to like, subscribe, and share with your foodie families or friends. Appa pinne kaanam. Bye.